ധൈര്യവും അവർക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സന്ധിക്കരുതെന്ന് സ്വന്തം മാതാവിനെ കാണുന്നതിന് ദീർഘമായിട്ട് ഇടയാക്കിയതിനു ശേഷം വീണ്ടും വന്ന് മാതാവിനെ യാത്ര അയക്കാനായിട്ട് സന്ധിക്കാൻ ഇടയാക്കി കൃപയായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സന്ധിയുടെ അളിയന്റെ അമ്മായിപ്പനാണ് ഞാൻ എന്നെ ബന്ധപ്പെട്ട് ഞാൻ പറയാനായിട്ട്. അങ്ങനെയുള്ള ബന്ധത്തിലാണ് എനിക്ക് ഇന്നത്തെ വരാനായിട്ട് സാധിച്ചത്. ജീവനപാട് നിവർത്തുവാനായിട്ട് ആരെക്കൊണ്ട് കഴിയും. എന്നാൽ ഈ മാതാവ് നമ്മുടെ വസിക്കുന്നു, ഉള്ളിൽ വസിക്കുന്നു. മാതാവ് കാണിച്ചു നൽകുന്ന നല്ല മാതൃകകൾക്ക് അനുസൃതമായി ജയിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ മാതാവിന്റെ ജീവിതമാക്കി തീർക്കുന്നതിന് ഇടയാകുന്ന സമർപ്പിക്കുകയും ചെയ്യാം. വളരെ സന്തോഷിച്ച് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും തത്വദാസ്തിയുടെ ഇവിടെ ഒന്നാമത്തെ ശുശ്രൂഷയാണ്. ദയവായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ അവിടെ കയറുന്ന സ്ഥിതിയിലൊക്കെ ആളുകൾ കയറിയിറങ്ങി ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയെ കുറിച്ച് ശ്രദ്ധയില്ലാതെ വരാൻ കഴിയും. അതുകൊണ്ട് വളരെ വിനയാന്വിതമായിട്ട് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ശ്രദ്ധിക്കണം. ആ സ്ഥിരത്തിൽ താഴെ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ ആരും സംസാരിക്കാനിടയാണ്. പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഞാൻ നിർത്തി നിങ്ങളുടെ സംസാരത്തെ നിയന്ത്രിക്കുന്നത് ശുഭമാണ്. ഈ പ്രിയ മാതാവിനോടുള്ള ആരാധനമാണ്, അതുണ്ടാകാനിടയാണ്. ഇവിടെ നിൽക്കുന്ന ആളിലും വളരെ ബുദ്ധിമുട്ടുള്ള താഴെയല്ല, നമുക്ക് വീടിനകത്താണ്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ താഴെ നിയന്ത്രിച്ച് ഒരു ലൈനായിട്ട് ആരെങ്കിലും ഒക്കെ വന്ന് ബോഡി കണ്ട് അന്തിഭോജനത്തിന് തടസ്സമില്ല. പക്ഷേ ഈ സംസാരം ഉണ്ടാകാനിടയാണ്. ദയവായിട്ട് അത് ശ്രദ്ധിക്കണം. അവിടെ കയറുന്ന എൻട്രൻസ് പോകുന്നില്ല, വരുന്ന ആളുകൾ വന്ന് കണ്ട് പടകാനിടയാണ്. ആരെങ്കിലും ഒരാൾ താഴെ സ്റ്റെപ്പ് നിയന്ത്രിക്കുക. ഞാൻ വീണ്ടും ഓർമ്മിച്ച് പറയുന്നു, പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഞാൻ പ്രാർത്ഥന നടത്തി ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്ന അനാദരവാണ്. അതാരെങ്കിലും ഒരാൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ നിശ്ചയമായിട്ടുള്ള സാന്നിധ്യത്തിനായിട്ട് ഞാൻ കുടുംബാംഗങ്ങൾക്ക് അറിയിക്കട്ടെ. ഒന്നിച്ച് ഇരിക്കാവുന്നത് ശ്രദ്ധിക്കട്ടെ. ബാക്കി ഇരിക്കാവുന്നത് ഇതിലൂടെ കുറച്ചുകൂടെ സ്ഥിരമായിട്ടുള്ള നിൽക്കുന്ന ആളുകൾ ഈ സൈഡിലോട്ട് വന്നാൽ പുതുതായിട്ട് വരുന്ന ആളുകളുടെ വലിയ ബുദ്ധിമുട്ടുണ്ടാകാതെ വന്ന് കണ്ടുപോകാൻ സാധിക്കും. അവിടെ അങ്ങനെ തിരിച്ചിരിക്കുമ്പോഴാണ് സംസാരം വരുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ കുറച്ചും കൂടെ വന്നാട്ട് വെളിയിലും സൗകര്യവും അതിനുള്ള സംഭവിക്കുന്നു. താഴെ ആരെങ്കിലും നിയന്ത്രിക്കാൻ ശ്രദ്ധിച്ചാട്ട് ഒന്ന് ശ്രദ്ധിക്കട്ടെ. ആരെങ്കിലും ഒരാളെ ആക്കിച്ചു വാതിൽ ആരെങ്കിലും സ്റ്റെപ്പ് ചേർത്ത് കൊടുക്കുക, സംസാരിക്കുക. കർത്താവേ രക്തശരീരങ്ങൾ കൈക്കൊണ്ട്
ജഡികമായ ശരീരങ്ങൾക്ക് നൽകുകയും ചെയ്തവരായ ഞാനുള്ള സ്വഭാവം സ്ഥിരതയോടെ നവീകരിക്കുന്നതിനുമായ നാമോർത്തോത്തപ്പെടുത്തണം. എനിക്ക് തന്റെ ദാസിയുടെ നിർവഹിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളുടെ ആയുസ്സിന്റെ ദിവസങ്ങളിലും പുതിയ ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മരണമില്ലാത്തവനും കഴിവില്ലാത്തവനുമായ ദൈവവും മരണമുള്ളതും കഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിന്റെ നാഥനും സൃഷ്ടാവും ശരീരങ്ങളിൽ ഇരിക്കുന്നവരും ശരീരങ്ങൾ നമ്മുടെ കൊണ്ടുപോകുന്നവരുമായ സകലരുടെയും ആത്മാക്കളും തലവയിലിരിക്കുന്നവരായ നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവരെയും സകലരുടെയും സഹായത്തിനും രക്ഷയ്ക്കുമായി നീ മുൻപോട്ട് സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസ്സിനോടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവയെ നീ നൽകുന്നു. നിന്റെ സംരക്ഷണയുടെ പരിശോധിക്കപ്പെടാമല്ലാത്ത പ്രകാരവും സകലത്തെ കവിയുന്നതായ നിന്റെ മുന്നറിവാളിയായുസ്സിൽ നിന്നു ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിൻ പ്രകാരവും ഇതിനോടുകൂടെ യാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകൾ നേരിടുന്നതായ പ്രതികൂല എതിർത്തുകൊള്ളുന്നതിനെ വേണ്ടുകൊള്ളുന്നവരായ സമാധാന ദൂതന്മാർ മൂലം ഇതിനെ കൈക്കൊള്ളണമേ. നീ നിന്റെ ദാസി മനസ്സോട് മറോട് അറിവൂടാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളെയും നിന്നോടെ നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ പ്രകാരം നീ ക്ഷമിച്ച് വായിച്ചു കളയണമേ. ഞങ്ങളെല്ലാവരും കോഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീകളിൽ സൗരങ്ങളുടെ മുൻപാകെ കുറ്റമില്ലാത്തവനില്ലെന്നും ഒരു നാഴിക പോലെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിക്കാനും വസിപ്പാനും കഴിയുന്നതല്ലെന്നും നീ ഓർത്തുകൊള്ളണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ പോലെയും നിന്റെ കൃപയും മനുഷ്യ സ്നേഹവും ഇവരുടെ പക്കൽ നീ കാണിക്കണമേ. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിയാത്മാരുടെ സഭയിൽ സ്വർഗീയ ആശ്വാസ സ്ഥലങ്ങളിൽ ഇവിടെ നിവസിപ്പിക്കണമേ. നിർവ്യാജമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ആകാശമേഖലകളിൽ നീ എഴുന്നള്ളി വരികയും നിന്റെ വിശുദ്ധമാലാക്കമാർ മൂലം ആകാശത്തിന്റെ നാലുകോണുകളിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സമരത്തെയും ജീവിപ്പിക്കുന്നതിന്റെ ശബ്ദത്താൽ കബറുകളിലിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ വേർപെട്ട് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസി അനുഗ്രഹങ്ങളുടെ സ്മരണയാൽ നീ ഓർത്തുകൊള്ളവേ. അവരുടെയും ഞങ്ങളുടെയും ജാഗരമായ പ്രവൃത്തികളെയും ഞങ്ങളുടെ നിത്യമായ കാര്യങ്ങളുടെ നാണത്തെയും നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുൻപാകെ നിന്റെ കരുണാമൂടികളെ മാറാകണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ കൈകളാൽ നീ ഞങ്ങളെ മെനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ശേഷം നിന്റെ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരുശരീര രക്തങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുന്നുവെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങൾക്കെല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനേ ദൈവവും നീ ക്ഷമിക്കണമേ. കരുണയുള്ളവനേ മനസ്സറിയണമേ. നിന്റെ മുൻപാകെ ഉണ്ടാകുന്ന സകലജയിൽ നാണത്തിൽ നിന്നും വരുവാനിരിക്കുന്ന വേദനകൾ ഞങ്ങളെ രക്ഷിച്ചതിനെ വേണ്ടുകൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുഃഖത്തിനെ ദയപ്പെടുത്തണമേ. പാപങ്ങളാൽ കൊല്ലപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാതെ
നിന്റെ പ്രസാദത്തിന് യോഗ്യരാക്കണമെന്നാൽ ദൈവമേ നീ സൗരരോട് കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നതുമായ ദൈവമാകുന്നു യോഗ്യമാകുന്നു കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ ഒന്നേക്കും നാം സ്ഥാപിക്കുമാറാകട്ടെ. ആത്മത്തിൽ മെയ്യതിൽ നിന്നും നീക്കിതയിപ്പാൻ പാനവരെ വിട്ടിടുമ സമയം പോലും ദൂതന്മാരെ ദൂരെ കണ്ടാത്മാവന്തികവാസികളെ ശരണം പ്രാപിച്ചുടരേതൻ ചരിതത്തെ പരിശോധിപ്പോ ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും ലിഖിതം പോലവസാനതിനെ വാരും വാരുമായുമ്പോൾ താരം സകലം വീഴുമ്പോൾ ജ്യോതിർനികരം നീങ്ങുമ്പോൾ നാഥ സ്വാധികളോ തന്നെ കാത്തിടണം വാഴ്ത്തും ഞാൻ നിന്നെ വാഴ്ക്കുമോ ലോകത്തിൽ ലാസറിനും യായിറോസിൻ പുത്രിക്കും വിധവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം നിന്നെ പുനരുത്ഥാനം മണ്ണിൽ നിന്നും ജീവിപ്പിക്കട്ടെ. ചെയ്തോടും നാഗേണം ആതിരയിൽ സ്തോത്രം നാഥ പാടിടാട്ടിവൾ നിൻ പേർക്കാം ശുശ്രൂഷയുടെ കൃപയിൽ നിങ്ങൾ
അടുത്ത ഒരു അരമണിക്കൂർ സമയം കുടുംബാംഗങ്ങൾക്ക് മൃതശരീരത്തോട് ചേർന്നിരുന്ന് പാടുവാനും പുസ്തകത്തിൽ നിന്ന് പാരായണം ചെയ്യുവാനും ധ്യാനിക്കുവാനുള്ള സന്ദർഭമാണ്. അതേസമയത്ത് തന്നെ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ അന്തിമോപചാർപ്പിക്കാൻ കടന്നു വരുമ്പോൾ അവർക്ക് പ്രിയ ദാസിയോട് ഉള്ള പ്രാർത്ഥന അറിയിക്കുവാനും അനുശോചന അറിയിക്കാനുള്ള അവകാശം ഉണ്ടാകും. കൃത്യം 1:15 മണിക്ക് കുടുംബാംഗങ്ങൾ ചേർന്നുള്ള ഫോട്ടോയുടെ ഒരു ക്രമീകരണം ഇവിടെ ഔപചാരികമായിട്ട് മക്കള് ചെറുമക്കളും അതുപോലെ ഇതര കുടുംബാംഗങ്ങൾ ഈ കുടുംബത്തോടുള്ള ബന്ധുക്കൾ ചേർന്നൊക്കെ എടുക്കാനുള്ള സമയമുണ്ടാകും. കൃത്യം 1:30 മണിക്ക് മധ്യരായ കോർപ്പിസ്കോപ്പ് അച്ഛന്മാരുടെയും വൈദികരുടെയും മുൻവികാരമായിട്ടുള്ള എല്ലാവരുടെയും കൂടെ കാർമ്മികത്വത്തിൽ 3ാമത്തെ ശുശ്രൂഷ, അതായത് ഭവനത്തിലുള്ള സംഭാവന ശുശ്രൂഷ നിർവഹിക്കപ്പെടും. കൃത്യം 2 മണിക്ക് ബോഡി ഇവിടെ നിന്ന് ദേവാലയത്തിലേക്കുള്ള ഫ്യൂണറൽ വിലാപയാത്ര ആരംഭിക്കും. അത് വാഹനത്തിലാണ്. ബന്ധുക്കളും ചാർച്ചക്കാരും കടന്നു വന്നോ അവരവരുടെ വാഹനത്തിലും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് പോകാൻ അത്യാവശ്യമായ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചേർന്ന് വാഹനത്തിൽ ഒന്നിച്ച് ഇവിടെ ദേവാലയത്തിലേക്ക് പോകും. കൃത്യം 2:30 മണിക്ക് പള്ളിയിൽ വെച്ച് പ്രത്യേകിച്ച് കുടുംബബന്ധുക്കൂടായിരിക്കുന്നവരായ ഡോക്ടർ ജോഷുവ മാർട്ടിക്കോയുടെ ദേവാലയത്തിൽ തന്നെ വന്നു ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കും. 3 മണിയോടെ സെമിത്തേരിയിൽ സംസ്കാരത്തിന്റെ പൂർത്തീകരണം, ഭൂമാർപ്പണവും ആശീർവാദവും ഇതാണ് ക്രമീകരണങ്ങൾ. ഈ ക്രമീകരണങ്ങൾ ഉചിതമായി പ്രവർത്തനത്തോടെ എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായിട്ടുള്ള സഹകരണം ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വെളിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ സാവകാശമില്ലാത്തതുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും ഇവിടെ വെച്ച് തന്നെയാണ് പൂർത്തീകരിക്കുന്നത്. കൂടുതൽ ആളുകളും സൈനികർകളിലും ഒക്കെ സൗകര്യമായിട്ട് ഇരുന്നാലും പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ചേർന്ന സാവകാശമാണ്. നിങ്ങൾ ഒത്തിരി നേരം നിൽക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഇവിടെ ഇരുന്നാണ് സമയങ്ങൾ കുറച്ചൊക്കെ അത്യാവശ്യമുള്ള നെല്ലുകളൊക്കെ സ്വർണ്ണക്കാരുടെ സൈനികമൊക്കെ ആ മുറികളിലൊക്കെ ഫാനുണ്ട്. അവിടെ ഇരുന്നാണ് അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന്റെ ബന്ധു സന്യയുടെ ഭാര്യ ആ ബന്ധുവാണ്. ശങ്കരത്തിൽ കുടുംബത്തിന്റെ കാർത്താവാനുള്ള കുടുംബയോഗത്തിന്റെയൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ടാണ്. UAC എനിക്കൊരു കുടുംബത്തിലുമായിരിക്കുന്നത് പോലെ തോമസ് സാറ് ഈ കുടുംബത്തോടുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ചുരുക്കിയ വാക്കുകളിൽ ഇപ്പോഴും സംസാരിക്കുന്നത്. വീട്ടിൽ വെച്ചുള്ള സമാപന ശുശ്രൂഷ 1:30 എല്ലാവർക്കും അവിടെ ഇരിക്കും. എന്നോട് ചോദിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു
ശേഷം ഞാൻ അമ്മയ്ക്ക് ചോദിച്ചു, അമ്മയ്ക്ക് ആഹാരങ്ങളൊക്കെ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല സാറേ, എന്തായാലും ഞാൻ കഴിക്കുന്നുണ്ട്, ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്, വേദനയോടെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് തോന്നുന്നില്ല. അവിടെ സന്തോഷത്തോടുകൂടിയാണ് നടക്കുന്നത്. നല്ലവണ്ണം എന്നെ ശുശ്രൂഷിക്കുന്നുണ്ട്, എല്ലാവരും എന്നെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് സാറും കുടുംബവും അതിനു വേണ്ടി ഞാൻ എൻ്റെ മകനും മരുമകളും ഒക്കെ ആയിട്ടാണ് വന്നത്. എന്നോട് പറഞ്ഞു, സാറും കുടുംബവും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളോട് സന്തോഷത്തോടെ പറഞ്ഞു. അമ്മച്ചി സമാധാനത്തോടെ ഇരുന്നാണ്. ഒരു കാര്യം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഈ ലോകത്ത് നമുക്ക് അറിഞ്ഞുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്നാണ് നമ്മൾ ഈ ലോകം വിട്ടു പോകുന്നത് എന്നുണ്ട്. അത് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ ഓടിച്ചാടി നടക്കുന്നതും സമ്പാദിക്കുന്നതും ആവശ്യത്തിനായിരുന്നു പോയില്ല. അതുകൊണ്ട് അമ്മച്ചി ഒരു കാര്യം ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയെക്കുറിച്ച് ജീവിക്കുക. ഈ ജീവിതം എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, എൻ്റെ സാരം ഞാൻ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. എൻ്റെ മക്കളെയൊക്കെയും ഞാൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്. എനിക്ക് നല്ലവണ്ണം അറിയാം. എൻ്റെ അനുഗ്രഹം സണ്ണി, ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോഴേ ഞാൻ ചോദിച്ചു, ഈ സണ്ണിയെ പറ്റി നിങ്ങൾക്ക് ഇത്രയും വലിയ മതിപ്പ് എന്താണ് ഞാൻ ചോദിച്ചു. സണ്ണി അവിടുത്തെ സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മെമ്പറാണ്. ഞാൻ അവിടുത്തെ കോറം എപ്പിസ്കോപ്പച്ചൻ എൻ്റെ ഒരു കസിനാണ്. ഞാൻ അച്ഛനോട് ചോദിച്ചു, കോറം എപ്പിസ്കോപ്പച്ചോ എങ്ങനെയാണ്? അയ്യോ, എന്ത് തോമസുട്ടി, ഇതുപോലെ ആത്മാർത്ഥമായിട്ട് സഭയ്ക്ക് വേണ്ടിയും പള്ളിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. അയാളെ തന്നെയല്ല, അയാളുടെ കുടുംബം അതുപോലെ തന്നെ. മക്കളൊക്കെ നല്ലവണ്ണം ഈ സമുദായത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും വളരെയേറെ ത്യാഗം സഹിക്കുന്ന വ്യക്തിയാണ്. ആ പള്ളിയുടെ കൂതാശ സമയത്തൊക്കെ ഈ സണ്ണിയും സണ്ണിയുടെ കൂടെ ഉണ്ടായിരുന്ന മക്കളും സണ്ണിയുടെ അളിയനും സണ്ണിയുടെ ജ്യേഷ്ഠനും ഒക്കെ ഈ പള്ളിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എന്തെല്ലാം നല്ല പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ അവർ മനസ്സിലാക്കിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ അമ്മച്ചി ഈ മക്കളെ ദൈവത്തെ കൊടുത്ത് വളർത്തിയത് കൊണ്ടാണ് ഈ മക്കളെല്ലാവരും ഈ നിലയിൽ എത്താനുള്ള കാരണവും ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുചേരാനും പള്ളിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ അധ്വാനിക്കാനും ഒക്കെ ഉള്ള എല്ലാ മനസ്സിനെയും കിട്ടിയത് ഈ അമ്മച്ചിയുടെ ഒരുത്തിയുടെ ആ ചെറുപ്പത്തിലെ അവരെ പഠിപ്പിച്ച നന്മയാണ്. അമ്മച്ചി അവർക്ക് കൊടുത്തത് ധനമല്ല, സ്വത്തല്ല, മറ്റൊന്നുമല്ല കൊടുത്തത്. എന്താ കൊടുത്തത്? ദൈവത്തെ കൊടുത്തു. ദൈവത്തെ കൊടുത്തപ്പോൾ ആ ദൈവത്തിനെ അവർ സ്വീകരിച്ചു, അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു. അതാണ് ഈ സണ്ണിയും സണ്ണിയുടെ എല്ലാ മക്കളും അവിടെ പ്രവർത്തിക്കുന്നത്. എല്ലാവരുടെയും മുമ്പിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ശക്തിയും ബലവും ആ ധൈര്യവും ഒക്കെ കിട്ടിയത് ഈ അമ്മച്ചി ഒരുത്തിയുടെ ആ ചെറുപ്പത്തിൽ അവരെ വളർത്തിയതിന്റെ ആ നന്മയുടെ അനുഭവമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നിർത്തേക്കാം. നിങ്ങള് ഈ സണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, സണ്ണി മക്കളും ഈ വലിയ പള്ളി പണിയുന്നതിന് ആദ്യം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ വളരെയേറെ അധ്വാനിച്ചിട്ടുള്ള ആളുകളാണ്. അവര് യാതൊരു ശരീര ക്ഷീണവും കൂടാതെ രാമകൻ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടി സാറേ എന്നോട് അവിടുത്തെ ആളുകളും അത്ര നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എൻ്റെ ഈ അനന്തരവൻ സന്ധി. എനിക്ക് വളരെ സന്തോഷത്തോട് കേട്ടു. ഞാൻ അന്ന് ലാസ്റ്റ് ദിവസം പോരുന്നതിന്റെ തലേ ദിവസത്തെ കുർബാനയിൽ ഞാൻ അവിടെ പോയപ്പോൾ സന്ധ്യ ആയപ്പോൾ എന്നോട് വന്നു, കാര്യങ്ങൾ വന്നിട്ട് പറഞ്ഞു, വെച്ചാൽ ഇന്ന് നമുക്ക് സന്ധ്യാനമസ്കാരത്തിന് പോകണം. ഞാൻ പറഞ്ഞപ്പോ ഞാൻ ആ വണ്ടിയെ കൂടെ കയറി അവിടെ നിന്നും സന്ധ്യാനമസ്കാരം കഴിഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് 7 മണിയായപ്പോൾ എന്നെ ഒന്ന് വിളിച്ചു. ഞാനും സണ്ണിയും സണ്ണിയുടെ ഭാര്യയും മക്കളും ഞങ്ങളെല്ലാം കൂടി ആ കാറില് പള്ളി മുൻപന്തിയിൽ നിന്ന് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ആദ്യാവസാനം പങ്കുചേർന്നു. അവിടെയുള്ള എല്ലാവർക്കും നല്ല മതിപ്പ് ജനിക്കത്തക്ക വന്നാൽ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു. ഞാൻ വിചാരിച്ചത് എന്തെന്ന് വെച്ചാൽ, ഇത്രയും വലിയ നിലയിൽ പ്രവർത്തിക്കാൻ ഈ സണ്ണിയെ ഇത്രയും ബോൾഡാക്കിയത്, ഇത്രയും ധൈര്യത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള കഴിവ് കൊടുത്തത് ആരാണ്?
എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ചെറുപ്പത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം നമുക്ക് കിട്ടുന്നു, അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ചെറുപ്പത്തിൽ അവന് ദൈവത്തെ കൊടുത്തത് കൊണ്ട്, ആ ദൈവത്തിന്റെ പേർക്കുള്ള പ്രാർത്ഥന അവനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവനെ ദൈവം കൈവിട്ടില്ല. ധാരാളം ആളുകളെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ അവരിൽ നിന്നൊക്കെയും പ്രശസ്തമായ നിലയില് അവൻ അവിടെ പാസ്സാകാൻ സാധിച്ചത് എന്താണ്? അവന്റെ പ്രാർത്ഥനയുടെ ഫലം. അവന്റെ പ്രാർത്ഥനയുടെ തന്നല്ല, ഈ ഇവിടെ നമ്മളിൽ നിന്നും വേർപെട്ടിരിക്കുന്ന ഈ മാതാവിന്റെയും ഈ പിതാവിന്റെയും സഹോദരങ്ങളുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് പ്രിയപ്പെട്ട സണ്ണിക്ക് അവിടെ ആ കാരണം 1000 നിന്ന് ഏറ്റവും നല്ല റാങ്കോടുകൂടി അവന് ജോലി കിട്ടാനുള്ള അവസരം. ഇതെല്ലാം ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ത്യാഗങ്ങളാണ്. ഈ ദൈവത്തിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യണമെങ്കിൽ ഈ എന്നോട് വന്നിട്ട് ഒരു 20ാമത്തെ വയസ്സിലോ 25ാമത്തെ വയസ്സിലോ വന്നിട്ട് ദൈവത്തിന്റെ കാര്യങ്ങൾ പറയാൻ പോയാലും നടക്കില്ല. നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ തന്നെ, അതായത് നമ്മൾ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ സന്ധ്യയ്ക്ക് ദിവസം വായിക്കുക, പാട്ട് പാടുക, പ്രാർത്ഥിക്കുക, ദൈവത്തെ വിളിക്കുക, നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ അതാണ് കടന്നു വരുന്നത്. ആ ചിന്തകളാണ് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. അങ്ങനെ ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായ മകനെ സെന്റ് മാർഗ്രിഗോറിയോസ് പള്ളിക്ക് അവരുടെ അംഗമാക്കി കൊടുക്കാൻ ഈ മാതാവിന് സാധിച്ചുവെങ്കിൽ ആ മാതാവിന്റെ നന്മയെ നമ്മൾ മനസ്സിലാക്കണം. അവിടുന്ന് ആരെങ്കിലും അവരിന്ന് കൊടുത്തയച്ചതായ പൂച്ചെണ്ടുകളാണ് ഈ മാതാവിന്റെ ശരീരത്തിൽ വെച്ചിരിക്കുന്നത്. അത് എന്നോട് വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടു, ന്യൂയോർക്ക് പള്ളിയിലെ അവരുടെ പ്രസന്റേഷനാണ്, ആ എഴുത്താണ് അവിടെ കൊണ്ടുവച്ചത്. അപ്പൊ അത്രയുമുള്ള സ്നേഹവും അത്രയുള്ള വാത്സല്യവും അത്രയുള്ള കനിവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ആ കുടുംബത്തിലെ ആ മക്കളെ ഈ അമ്മച്ചി പഠിപ്പിച്ചതിന്റെ സ്നേഹമാണ്, ആ പഠിപ്പിച്ച ദൈവത്തെയാണ്, ആ ദൈവത്തെ ഓർത്താണ് ഈ ഇതെല്ലാം സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ അമ്മച്ചി നല്ല ഫോർ കൊടുത്തു, ഓട്ടം തിരിച്ചു. ഇനിയും പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ വിശ്വാസം കാത്തിട്ട് പോവുകയാണ്, ഇനി കർത്താവിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഓർക്കണം, ഈ അമ്മച്ചി ചെയ്തിട്ടുള്ള നന്മച്ച് നല്ല അന്മ അനുഭവിക്കാനായിട്ട് പോകുന്നത്. ഇത്രയും നാള് ഈ അമ്മച്ചി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ടായി, അല്ലെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഈ ലോകത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് നന്മയുടെ ഭവനത്തിലേക്ക്, കർത്താവിന്റെ അടുക്കിലേക്കാണ് ഈ അമ്മച്ചി പോകുന്നത്. ഈ അമ്മച്ചി നല്ല സന്തോഷവതിയായിട്ടാണ് പോകുന്നത്. കാരണം എല്ലാ മക്കളെയും കണ്ടു, കൊച്ചുമക്കളെയും കണ്ടു, എല്ലാവരെയും ഒരു മാസത്തിന് മുമ്പ് കണ്ടിട്ട് ഇപ്പം ദൈവം എപ്പോഴെന്നെ വിളിക്കും. ഞാൻ ചോദിക്കാൻ നേരം അമ്മച്ചോട്, അമ്മച്ചി എങ്ങനെയുണ്ട് വേദനകളും രോഗങ്ങളും ഇവര് പോകുമ്പോൾ എങ്ങനെയാണ്? അവര് പോകട്ടെ, അവര് പോയി അവരുടെ ജീവിത കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, ഞാൻ ദൈവത്തോട് അവരോട് പ്രാർത്ഥിക്കും, അവർക്ക് നന്മ ഉണ്ടാകും സാറേ എന്ന് പറഞ്ഞു. അപ്പോഴേ ഈ അമ്മച്ചിയുടെ ആ സ്വഭാവത്തിന്റെ ഗുണം, ആ മക്കളെ എങ്ങനെ വളർത്തിയെന്നുള്ള ഗുണം, ഈ മക്കളെ വളർത്തിയതിന്റെ എല്ലാ അനുഭവങ്ങളും ഈ മക്കൾക്ക് കിട്ടി. ദൈവം അവരെ നന്മയിലേക്ക് നയിച്ചു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഈ അമ്മച്ചിയുടെ ഈ മരണവിവരം അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, സണ്ണി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. സണ്ണി പോകുന്നതിന് ശേഷമാണല്ലോ മരിച്ചത്. എന്ത് ചെയ്യും, സണ്ണിക്ക് ഇനിയും വന്ന് ഈ സംസ്കാരത്തിലൊന്നും പങ്കിടാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്റെ അനന്തരവനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, സണ്ണിച്ചാൻ ഇവിടുന്ന് തിങ്കളാഴ്ച രാവിലെ ഒരുവച്ച എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ആശ്വാസം. അവസാനമായിട്ട് ഈ അമ്മച്ചിക്ക് ഒരു ചുമനം കൊടുക്കാൻ ഈ മകനെ സാധിക്കുന്നെങ്കിൽ അത് അവൻ ചെയ്ത, അവനെ പഠിപ്പിച്ച ആ നന്മയുടെ ഗുണമാണ് എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്നും നമ്മൾ പോകുന്നത് സ്വർഗലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ലോകത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നിർത്തി നന്മയിലേക്ക് പോവാണ്. നമ്മൾ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം സമ്പാദിച്ചാലും നമ്മുടെ കൂടെ വരില്ല. നമ്മുടെ കൂടെ വരുന്നത് എന്താണ്? ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ മാത്രമേ നമ്മുടെ കൂടെ വരൂ. ആ നന്മകൾ നമ്മുടെ കൂടെ വരും, അത് നമ്മൾ അനുഭവിക്കും, നമ്മുടെ മക്കൾ അനുഭവിക്കും. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനൊക്കെ വരുന്നുണ്ട്, അടുത്ത ശുശ്രൂഷകളൊക്കെ സമയമായി വരുന്നു. ഏതായാലും ഈ അമ്മച്ചി മക്കളെ നന്മ കൊടുത്ത് വളർത്തിയതുകൊണ്ട് അമ്മച്ചിയുടെ മക്കള് നല്ല നിലയിലെത്തി നന്മയുടെ അനുഭവങ്ങൾക്ക്
നമ്മുടെ ഓർത്തഡോക്സ് സഭയിലെ വലിയ ന്യൂയോർക്കിലെ വലിയ പള്ളിയിലെ അംഗമായും അവിടുത്തെ എല്ലാം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സന്ധ്യയിലും ഈ കുടുംബത്തിലേക്ക് കടന്നു വന്ന എൻ്റെ തങ്ങളുടെ മകളെയും അവരുടെ ബന്ധുക്കളെയും എല്ലാവരെയും ഓർത്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള എല്ലാ അനുശോചനങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും പ്രബലനായ ഒരു വൈദികനാണ് യോഹന്നാൻ ശങ്കരത്തെക്കോട് എപ്പിസ്കോപ്പ. അദ്ദേഹം ഇങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞു, തോമസ് കുട്ടി അവിടെ ചെല്ലുമ്പോൾ ഈ ഓർത്തഡോക്സ് ന്യൂയോർക്ക് പള്ളിയിലെ അനുശോചനം ഒന്ന് പറയണം, അവരോട് പറയണം, ഞങ്ങളുടെ എല്ലാവിധമായ അനുശോചനങ്ങളും തോമസ് കുട്ടിയോട് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ 5 മിനിറ്റ് ആ അനുശോചനം അറിയിക്കാൻ വന്നത്. ഈ ന്യൂയോർക്ക് പള്ളിയിലെ സന്നിയുടെ കൂടെ അവിടെ ഉള്ള എല്ലാവർക്കും വേണ്ടി, എൻ്റെ ബന്ധുക്കാർക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സഹോദരികൾക്ക് വേണ്ടി, എൻ്റെ അനന്തരവന് വേണ്ടി, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉള്ള അനുശോചനം അറിയിക്കുകയും ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഞങ്ങൾ ഇവിടെ വരാതിരിക്കുന്നവരും വന്നവരുമായിട്ടുള്ള എല്ലാവരും പങ്കുവെക്കുന്നതോടൊപ്പം ഈ ദുഃഖത്തിൽ കഴിയുന്ന ഇവിടുത്തെ സന്നിയുടെ അപ്പച്ചനോടും ബാക്കിയുള്ള ബന്ധുമിത്രാളികളോടും കൂടിയുള്ള ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. എല്ലാവർക്കുമുള്ള ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നതോടൊപ്പം കുടുംബത്തിന്റെ പേരിലുള്ള എല്ലാവിധ അനുശോചനങ്ങളും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവത്തിന്റെ സ്നേഹം നമ്മോട് കൊടുത്തത് തന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചു. അവസാന നാളുകളിൽ കഷ്ടതയും അനുഭവിച്ച് ഒരു ക്രിസ്ത്യാനിക്ക് ഉചിതമായ നല്ല നന്ദി പ്രാപിച്ചിരിക്കുന്ന ഒരു കുടുംബമാണ്. ആ മാതാവിനെ യാത്ര ചെയ്യുമ്പോൾ ഗവർണറിന്റെ സുവിശേഷം 11-ാമത്തെ 44-ാം വാക്യം പറയുന്നത്, മരിച്ചവൻ പുറത്തു നിന്നു, അവരുടെ ഭാരും കൈയും ശീലകൾ കൊണ്ട് വെട്ടി മുഖം കൊണ്ടാൽ കൊണ്ട് മൂടിയിരിക്കുന്നു. അവരുടെ കെട്ടടിപ്പിൽ അവൻ പോകട്ടെ ഉപദേശിച്ചു. കെട്ടുകൾ അഴിക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മുടെ മരണത്തിലൂടെ ദർശിക്കുന്നത്. ആത്മീയമായ മൃതന്മാർ വർദ്ധിച്ചിരിക്കുന്ന ഒരു ദുഷ്കാലമാണ് എന്നുള്ള സത്യം. ആത്മീയത ഒരുപാടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ യഥാർത്ഥ സത്യം ആത്മീയ മനുഷ്യരില്ലെന്നുള്ളത്. ഇവിടെ ലാസറിന്റെ കല്ലറയുടെ അടിയിൽ നിന്നുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അവന് ഞാൻ ജീവന്റെ അനുഭവം കൊടുക്കുന്നു, അത് കെട്ടുകൾ അഴിക്കുക. യൂത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, യഹോവയായ ദൈവം ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവുള്ളവൻ ആണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭൂമിയിൽ അവശേഷിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരെല്ലാം ദൈവസന്നിധി സജീവരാണ് എന്നുള്ളത് വലിയ സത്യം. ആ മരണവീട്ടിലും കർത്താവ് കാണുന്നതും കരഞ്ഞ സ്ത്രീകളെയും സങ്കടത്തോടെ മരിച്ചുപോയ തന്റെ സഹോദരന് വേണ്ടി നിലവിളിക്കുന്നവരുമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കരച്ചിലും അതോടൊപ്പം കരച്ചിലിന്മേൽ മനസ്സരിയുന്ന ദൈവത്തെയുമാണ്. കണ്ണുനീരിന്റെ മുമ്പിൽ മനസ്സരിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് ഈ സംഭവം നമ്മെ ഓർമ്മിക്കുന്നു. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നു, 3 തരത്തിലുള്ള ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ വേണം. ഒന്നാമത്തെ
ആരാധന വിശ്വാസി സമൂഹം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായ ആരാധന ഞായറാഴ്ചകൾ നമ്മുടെ ദേവാലയത്തിൽ കൂടി വന്നു എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുക മാത്രമല്ല, നടന്നു വരുന്നവർക്കെല്ലാം പുരോഹിതൻ പങ്കിട്ട് വരുന്ന ദൈവിക സമാധാനം അല്ലെങ്കിൽ കൈസൂരി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന രീതി നാം വന്നു. അത് സ്വർഗീയമായ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്നവരെല്ലാവരും സമാധാനം കൊടുത്തിട്ട് ഒരുമിച്ച് നിന്ന് ദൈവത്തോടെ ഒരേ പ്രാർത്ഥന ഒരേ സ്ഥലത്തിൽ പ്രാർത്ഥിക്കണം. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞായറാഴ്ച പള്ളിയിൽ നിന്ന് ചെന്ന് ആചരിക്കുന്നതിന് പോകാൻ ആരാധനയാണ്. അതല്ല ആരാധന. പള്ളിയിലെ സമൂഹമായ മുഴുവൻ ആരാധനയിൽ പങ്കെടുക്കുന്നവർക്ക് രണ്ടാമതൊരു ആരാധന ഉണ്ടാകും. അത് അവനവന്റെ കുടുംബത്തിലാണ്. സഭ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു, അവനവന്റെ കുടുംബത്തിന് രണ്ടു നേരമെങ്കിലും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യണം? ഏറ്റവും മുതിർന്ന ആളിന്റെ കയ്യിൽ നിന്ന് സമാധാനം മേടിച്ച് എല്ലാവരും പങ്കെടുക്കും. ആരാധനയുടെ ഭാഗമാണ്. രണ്ട് ആരാധനയാണ് നിങ്ങൾ ഓർപ്പിച്ചു. ഒന്ന്, വിശ്വാസ സമൂഹം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവാലയത്തിൽ വന്ന് ഒരുമിച്ച് ചേർന്ന് സമാധാനം കൊടുത്ത് പ്രാർത്ഥിക്കും. രണ്ടാമത്തെ പ്രാർത്ഥനയാണ് ഭവനത്തിലുള്ളവർ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് നമുക്ക് ഭവനത്തിൽ ഒരേ പ്രാർത്ഥന ചെല്ലാൻ പറ്റാത്തതാണ് ആരോഗ്യമുള്ളത്. പല പ്രാർത്ഥനക്കാരാണ്, പല പ്രാർത്ഥനയില്ല. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്ത പല കുടുംബങ്ങളുണ്ട്. ആധുനിക കാലത്തിന്റെ ഒരു ഓട്ടമെന്നാണ് പറയുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ഏറ്റവും പ്രായമുള്ള ആളിന്റെ അടുക്കൽ നിന്ന് സമാധാനം മേടിച്ചു കൊച്ചു കുഞ്ഞിനെ വരെ പങ്കു കൊടുക്കുന്ന രണ്ടാമത്തെ ആരാധന. മൂന്നാമത്തെ ആരാധന സ്വന്തം പ്രാർത്ഥന, ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം, ഓരോ വ്യക്തികളും ദൈവവുമായിട്ടുള്ള ബന്ധം. മൂന്ന് ആരാധനയാണ്. ഈ മൂന്ന് ആരാധനയിൽ രണ്ട് ആരാധനകളിൽ നിലവിളിയുണ്ട്. എന്നാൽ വീട്ടിലെ പ്രാർത്ഥനയിൽ നിലവിളിയില്ല. അവരൊത്തൊരുമിച്ച് സമാധാനത്തോടെ പ്രാർത്ഥിക്കും. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവൻ ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കണം. സമൂഹം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ഒരു സമൂഹം മുഴുവൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഏക മനസ്സോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. പഴയ നിയമ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അറിയാം, പഴയ കാലത്ത് ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ചില സാഷ്ടാംഗ പ്രണാമങ്ങൾ ദൈവസന്നിധിയിൽ കമന്നു വീണ് പ്രാർത്ഥിക്കും. എന്താ? ഒരു ദാസൻ യജമാനന്റെ മുമ്പിൽ വന്നതായ ഒരു ഭക്തിയും ബഹുമാനം ഒക്കെ ഉണ്ടായ. മറ്റൊന്നാണ് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കും, കൈകൾ കൂപ്പി പ്രാർത്ഥിക്കും, കൈകൾ കെട്ടി നിന്ന് പ്രാർത്ഥിക്കും. എല്ലാം ദാസൻ യജമാനന്റെ മുമ്പിൽ നിൽക്കുന്നവരാണ്. ഇപ്പൊ പ്രാർത്ഥന വന്നു ദൈവം ഞാനൊക്കെ ഭയങ്കര ശ്രമിക്കുന്നു. ഈ മനുഷ്യൻ കൂടെ പോയതിന്റെ ബാക്കി പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ ഇന്നത്തെ മാതാപിതാക്കളിൽ ഒന്നുമില്ല. കാരണം അവർ ദൈവമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. ഒരല്പ നേരത്തെ കൂടുമ്പോൾ കാണുമ്പോഴൊക്കെ ഒരു സന്തോഷം, സ്നേഹം. ഞാനിത് പറയുമ്പോൾ സ്നേഹം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല സ്നേഹിതനും ഒരു സ്നേഹിതയോടും. എനിക്ക് ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ വർഷങ്ങളുടെ ബന്ധത്തിൽ നിലനിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഒത്തിരി പേരോട് ഫ്രണ്ട്ഷിപ്പുണ്ട്. ഞങ്ങൾ അച്ഛന്മാർക്കാണെങ്കിൽ കൂടുതലില്ല. ഓരോ 3 വർഷം കൂടുമ്പോൾ പുതിയ പുതിയ പള്ളികളോട് ചെല്ലുന്നവരോട് കൂടുതൽ ആളുകൾ പരിചയപ്പെടും. പഴയതിനൊക്കെ പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ചിലപ്പോൾ ഓർക്കത്തുപോയില്ല. ഞാൻ 10 കൊല്ലമായി. 27 വർഷം മുമ്പ് ഞാൻ ഇരുന്ന പള്ളിയിലെ കൊച്ചുങ്ങളെ ഞാൻ മാമോദീസ മുഖ്യത് ഞാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അവരിങ്ങോട്ട് വന്നേച്ച് ജോൺ ഭാഷ എന്ന് പറഞ്ഞ് വിളിച്ച് പരിചയപ്പെട്ടപ്പോഴറിയും. അപ്പോൾ എന്റെ അവരോട് പറഞ്ഞ ഫ്രണ്ട്ഷിപ്പായിരുന്നത് അതോട് പോയി. ഒരു ഉറ്റ സ്നേഹിതൻ അല്ലെങ്കിൽ ഒരു ഉറ്റ സ്നേഹിത എന്ന് പറയാൻ ഇന്നത്തെ ലോകത്തിലില്ല. ആകെയുള്ള ഒരു ബന്ധം ഫേസ്ബുക്കാണ്. ഒരു നോട്ട് പോലും കളപ്പിച്ചിട്ട് ഫേസ്ബുക്കിനോട് ജീവിക്കുക. എനിക്കുണ്ട്, ഞാനുണ്ട് ഫേസ്ബുക്കിൽ. കുറ്റം പറയാം. ഫേസ്ബുക്കിൽ എനിക്ക് 5000-ൽ പരം ഫ്രണ്ട്സ് ഉണ്ട്. കുറച്ച് 5 8 10 പേര് ദിവസേന ഒന്ന് മിണ്ടുന്നവരോ പറയുന്നവരോ ഉണ്ടെങ്കിൽ അവരോടുണ്ട്. ചിലരൊക്കെ വന്ന് വിളിച്ചു നിർത്തി പറയാച്ചാൽ ഞാനും ഒറ്റയ്ക്ക് ഫ്രണ്ടാണ്. ഞാനിത് പറഞ്ഞത് വായും പൊളിച്ച് നിൽക്കത്തുള്ള ഫ്രണ്ടിനെ നോക്കി എവിടുത്തെ ഫ്രണ്ടാണ് ഫേസ്ബുക്കിലാണ്.
കാരണം 5000 പരമുണ്ട് ചെയ്യാന്ന് പറയാൻ എനിക്കത് തോന്നും. ഒക്കെ ദൈവത്തോടുള്ള ബന്ധം വെറും ഫ്രണ്ട്ഷിപ്പായി മാറിയിരിക്കുന്നു. ഫ്രണ്ട്സ് കൂടുമ്പം അവരുടെ ഇംഗിതത്തിനനുസരിച്ച് സംഭവിക്കില്ല ഇല്ലേ? ചിലർ കൂടുമ്പോൾ കുട്ടിയൊക്കെ പൊട്ടിച്ച് സംഭവിക്കുന്നു, ചിലർ കൂടുമ്പോൾ ശാപ്പാട് വെച്ച് കൊടുക്കും, സദ്യ വെച്ച് കഴിക്കും, ചിലർ കൂടുമ്പോൾ എല്ലായിടത്തും നമുക്കെല്ലാവർക്കും കൂടെ ഒരു സിനിമയ്ക്ക് പോകാമെന്ന് പറയും, ചിലർ കുടുംബം പറയും നമുക്കെല്ലാവർക്കും കൂടെ വണ്ടി വിളിച്ചൊരു കാര്യം ചെയ്യാം, ഒരു തീർത്ഥയാത്ര പോകാം, പുണ്യസ്ഥലങ്ങൾ കാണാം. വേറെ ചിലർ പറയും നമുക്ക് ഒരു മാസത്തെ അവധിക്ക് വന്നതല്ലേ ഊട്ടി കൊടുക്കാനായിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ പറയുന്നത്. ഇത്രയുള്ള ദൈവമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം ഓരോ ശ്വാസത്തിനും ഉണ്ടാകുമ്പോൾ ദാവീദ് പാടി ശ്രമിച്ച് ഓർക്കുന്നുണ്ടല്ലോ. 21-ാം സങ്കീർത്തനം അറിയാമേനാഥ് ക്രിസ്ത്യാനിയിലും ക്രൈസ്തവരും കൂടെ എഴുതി മേടിക്കുന്ന ഒരു സങ്കീർത്തനം. എൻ്റെ ഇത് വലിയ എഴുതി മേടിച്ചിട്ടുണ്ട്. വേദപുസ്തകം കൊടുക്കാമെങ്കിൽ എന്നോട് പോകും വായിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. വേദസമ്മേളന ഒന്ന് എഴുതി തരാം, എഴുതി കൊടുത്തിട്ടുണ്ട്. യഹോവയുടെ ഇടയനാകുന്നു. ദാവീദിന്റെ സങ്കീർത്തനമാണ്. ദാവീദിന്റെ വലിയൊരു നിലവിളിയുടെ അവസാനമാണ്. 22-ാം സങ്കീർത്തനത്തിൽ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് തുടങ്ങുന്ന വലിയൊരു നിലവിളിയുടെ അവസാനം 23-ാം സങ്കീർത്തനത്തിലാണ് പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുന്നില്ല. ഈ അമ്മയ്ക്ക് അതേ പറയാനാണ്. ഈ അമ്മയ്ക്കും പറയാൻ വേറൊന്നുമില്ലായിരുന്നു. നല്ല സ്നേഹമുള്ള ഒരു അമ്മയായിരുന്നു. ഒരു പ്രത്യേക ശബ്ദവും അതിന്റെ ഒരു ചിരി രണ്ടാമൂടി ഒന്നൊരു കെട്ടിക്കൊടുത്തു നഷ്ടമായിരുന്നു. സത്യമാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് ഒന്ന് കെട്ടിപ്പിടിച്ചു, ശബ്ദം വരുന്നില്ല, നല്ല സന്തോഷം സംഭവിച്ചു. സത്യമാണ്. ആ നഷ്ടം നമുക്ക് സങ്കടമാണ്, കണ്ടുപിടിക്കില്ല. പക്ഷെ അമ്മ അന്നേരം പറഞ്ഞു തന്നെയല്ല, രോഗമൊക്കെ ആയിപ്പോയി, നീ ആരുണ്ട് എൻ്റെ കൂടെ? അച്ഛൻ വന്ന് കണ്ടുവച്ചു ബാക്കി എന്തായാലും എന്നെ ശുശ്രൂഷിക്കും, അവരും പ്രാർത്ഥിക്കും. പക്ഷെ ആരോട് എനിക്ക് കൂടുതൽ ദൈവമാണ്. ആ ദൈവവുമായിട്ടുള്ളത് കേവലം ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിലനിർത്താതെ ഒരു 3 ആരാധനകളിലൂടെ അതിനെ ബലപ്പെടുത്തി പോകുന്നതാണ്. പിതാക്കന്മാരാണ് നമുക്കുള്ളത് എന്ന് ഓർക്കുക. ഈ അമ്മച്ചി ഇടയാകുന്നു എന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, നന്മയും കരുണയും എന്നെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തിരിക്കുന്ന നന്മയും കരുണയും വന്ന് ഒരുപാട് വണ്ടികളും ഒരുപാട് എസ്റ്റേറ്റുകളും ബാങ്ക് ബാലൻസും ഒക്കെ ഉണ്ടാവുന്നില്ല. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവനും എന്നെ പിന്തുടരും. ഞാൻ എവിടെ ആയിരിക്കും? ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കേവലം ഒരു ഫ്രണ്ട്ഷിപ്പല്ല, ദൈവത്തിന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇവിടെ ജീവിച്ചപ്പോഴും ദൈവത്തിന്റെ ആലയത്തിലായിരുന്നു. ആലയത്തിലെ ആരാധനയുണ്ടായിരുന്നു, വീട്ടിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, സമാധാനം കൊടുക്കുന്ന അമ്മയായിരുന്നു. ഇപ്പൊ നന്മയും കരുണയും ഇപ്പോൾ നന്മയും കരുണയും ന്യൂയോർക്കിൽ നിന്ന് വരെ വന്നു. നോക്കണേ, ഈ അമ്മയ്ക്ക് അതുപോലെ അറിഞ്ഞായിരുന്നു, അങ്ങനെ വല്ല ആഗ്രഹിച്ചായിരുന്നു. ഒന്നും ആഗ്രഹിച്ചില്ല. തമ്പുരാൻ ഏൽപ്പിച്ചതായ കുടുംബജീവിതത്തിൽ തന്നെ കൊണ്ടാകുന്നത് പോലെ ചെയ്ത് ജീവിച്ച് കുടുംബങ്ങളെ വളർത്തി ദൈവത്തെ വിളിച്ചു. ദൈവത്തെ വിളിച്ചപ്പോൾ എന്തുണ്ടായിരുന്നു? നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നിശ്ചയം ഞാൻ യഹോവയുടെ ആലയത്തിൽ ഈ അമ്മച്ചിയുടെ തലത്തിൽ കുടിച്ചു. എൻ്റെ അപ്പുറം ഇപ്പോൾ എന്നെ കത്തിക്കാൻ വേണ്ടി എന്തിനാണ് ചോദിച്ചത്? കർത്താവിന്റെ കുരിശിൽ പ്രശംസിക്കാൻ ആവശ്യം. ആ കുരിശിന്റെ നാളിൽ ആശ്വാസം നടത്തുന്ന ആവശ്യം. ആ കുരിശിനെ നോക്കി രോഗങ്ങളെ മറന്നുപോയാണ് ആവശ്യം. ബുദ്ധിമതികളായ കന്യകമാരെ പോലെ വിളക്ക് തെളിയിച്ചതാണ് ആവശ്യം. ദൈവത്തിൽ ആശ്രയം വെച്ചിട്ടാണ് ആവശ്യം. ഇനി 40 ദിവസത്തേക്ക് സഭയുടെ ക്രമപ്രകാരം ഒരു തിരി കത്തിച്ചിട്ടുണ്ട്. ചില ചടങ്ങുകളും ചില ചിത്രങ്ങളും ഒക്കെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ സജീവരാണ് ദൈവസന്നിധി. അതുകൊണ്ട് അവർ നമ്മളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ബന്ധം അവരുമായിട്ട് നിലനിർത്താനാണ് സഭ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതൊന്നുമില്ല നമുക്ക് പലർക്കും പറയാനാണ്. കാരണം നമ്മൾ വ്യത്യസ്ത വിശ്വാസങ്ങളിൽ വളരുന്നതാണ്. ഞാൻ ആരെയും കുറ്റം വിധിക്കുകയല്ല. അവനവൻ്റെതായ കാഴ്ചപ്പാടുകളും എല്ലാം ശരിയായിട്ട് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അവനുണ്ട്, അവനവൻ്റെ അമ്മ മരിച്ചാൽ അവനും മരിക്കും. എല്ലാവരുടെ അമ്മ മരിച്ചാൽ ഞാൻ അവനും കാണും.
അവരവർക്ക് കഴിയുന്നതാണ്. എൻ്റെ ദൈവം തിരിച്ചുകൊണ്ടുവരായിരിക്കും. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ സമർപ്പിച്ചിട്ടുള്ളൂ. ഇത്തിരി വർഷങ്ങളായിട്ട് കിടപ്പല്ല, കുറേ വർഷങ്ങളായിട്ട് മിണ്ടാൻ പോലും വയ്യായിരുന്നു തോന്നുന്നു. ഞാൻ മിക്കവാറും കൂടി കയറുമായിരുന്നു. എന്തിനാണ് കയറുന്നതെന്ന് ചോദിച്ചാൽ അവിടെ കയറുന്ന വേറൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ ഒരു നോട്ടം കൊടുക്കും. നല്ലൊരു നോട്ടമാണ്, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ചെന്നതിൻ്റെ സന്തോഷിക്കുന്നത്. വലിയ ദൈവികമായ സ്നേഹം ആണെന്ന് പങ്കിട്ടുവരും. ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അമ്മയും ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ഇടയനാണെന്ന് വിശ്വസിക്കുന്ന വലിയ ഒരു വിശ്വാസത്തിലൂടെ ഈ അമ്മയ്ക്ക് അല്പം വേദനയൊക്കെ അവസാനം കഥാവ് കട്ടുന്നതിന് പോയിട്ടാണ് നല്ലൊരു അമ്മയും എന്ന് നാം വിശ്വസിക്കുക. നമ്മൾ നമ്മുടെ വിശ്വാസത്തിലേക്ക് പോകും. അതിനെ ഉറപ്പിക്കണം. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. ഒന്ന്, നിങ്ങളുടെ ദൈവാലയത്തിൽ സഭാവിശ്വാസികളുമായി ചേർന്നുകൊണ്ട് പൊതുവായ ആരാധനയിൽ മുടക്കം കൂടാതെ മുഴുവൻ സമയവും കൊണ്ടുവരും. വീട്ടിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ഏറ്റവും മുതിർന്ന ആളിൽ നിന്ന് സമാധാനം വാങ്ങി അവിടെ എന്തോ വഴക്ക് പാലുണ്ടാക്കിയാൽ രാത്രി വരെ വെച്ചേക്കിരുന്ന പിതാക്കന്മാരെ വഴിക്ക് പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും പിന്നെ കൈസൂരി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നമസ്കാരം നമുക്ക് പറയുന്നത്, ഞാൻ ജനിഞ്ഞ് അനുകൂലത്താൽ ഉറങ്ങുമ്പോൾ നിന്റെ ചോര എനിക്ക് കാണും. ഞാൻ ജനിഞ്ഞു കിടന്നു, ഓർത്തഡോക്സുകാരൻ ജനിഞ്ഞു കിടന്ന് ഉറങ്ങുന്നു. ഒന്നുകൂടെ പച്ച മലയാളം പറഞ്ഞ പോത്ത് പോലെ ഉറങ്ങുന്നു. എന്താണെന്നറിയാമോ? അവന്റെ ഉറക്കം കുഞ്ഞാടിന്റെ കരങ്ങളിലാണ്. കുഞ്ഞാടിന്റെ രക്തം അവന് കാവലാണ്. തന്നെയല്ല, അവന്റെ ദൈവമോ ഉറപ്പില്ലാത്ത ഉണർവുള്ളവനായ. ഞാൻ ജനിഞ്ഞു കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം എനിക്ക് കാവലാണ് എന്ന് ബാല്യം മുതൽ പഠിപ്പിക്കുന്ന വലിയ വിശ്വാസത്തിന് ഉറപ്പിലായിരുന്നു, ധൈര്യത്തിലായിരുന്നു ജീവിതം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇരുത്തും എന്നുള്ളതായ ഉറച്ച വിശ്വാസത്തോടുകൂടി ആ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രകളുള്ള എല്ലാ യാത്രാമംഗളങ്ങളും ആശംസകളും ഈ അമ്മയ്ക്ക് ചെയ്യുന്നു. ഈ അമ്മയ്ക്ക് കടന്നുപോയപ്പോൾ എന്തിനാ എല്ലാവരും കൂട്ടുകൊണ്ട് വെച്ചത്? കല്യാണത്തിന് കൊടുക്കുന്നത് എന്താണ്? അതും പോക്കിയതാണ്, ഇതും പോക്കിയതാണ്. ഇതെന്തിനു കൊടുത്തതാണ്? കല്യാണത്തിന് കൊടുക്കുന്നതിന് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ആശംസകൾ. ഇവിടെ ഇപ്പോഴും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നത് അമ്മയ്ക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക ദൈവം തീരുമാനിച്ചു. അതുകൊണ്ട് അമ്മയ്ക്ക് ആശംസകൾ നേരുക, നന്മകൾ നേരുക, യാത്രാമംഗളങ്ങൾ നേരുക. ദൈവം അനുഗ്രഹിക്കുന്നു. ഞാനും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ആ ദുഃഖത്തിൽ ഞാനും പങ്കുവയ്ക്കുക. കാരണം ഓരോരോ അമ്പലം നമുക്കെല്ലാം അമ്മമാരും ഉള്ളവരും ഉണ്ടായിരുന്നവരും അമ്മയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസമാണ്. ആ ആശ്വാസമാണ് അമ്മ എന്ന അമ്മമാരെ പുറത്തുകൊണ്ടാണ് ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഗുരുവികാരി വർഗീയ കുടുംബത്തിന്റെ ആശ്വാസവാർത്തകൾ കുടുംബത്തോടുള്ള സ്നേഹത്തെ
ഭക്തന്മാരാം മേശമേലപ്പമുണ്ട് പ്രാർത്ഥനയും ധൂപമുണ്ട് മേശമേലപ്പമുണ്ട് പ്രാകാരത്തിലെന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ പ്രാകാരത്തിലെന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ യാഗപീഠമാവേ രാത്രി യാഗപീഠമാവേ രാത്രി എന്നോമൻ രക്ഷയാവേ ദുഃഖത്തിന്റെ പാലപാത്രം കർത്താവിന്റെ കയ്യിൽ സന്തോഷത്തോടെ ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. കുടുംബ ബന്ധുവായിരിക്കുന്ന ഫിലിപ്പിച്ചു ഒരു വാക്കിൽ ഈ കുടുംബത്തോടുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് കർത്തൃദാസിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥന അർപ്പിക്കുന്നതാണ്.
കർത്താവിന്റെ വാഴ്ത്തപ്പെട്ട ഭവനങ്ങളിൽ അമ്മച്ചിനെ വസിപ്പിക്കണമേ. അമ്മച്ചിയോട് നേർപ്പിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളെല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സമർപ്പിക്കും. നമ്മുടെ സമയക്രമീകരണം അതിക്രമിക്കുന്നു. കൃത്യതയോടെ സംബന്ധിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കുന്നു. കൃത്യത്തിലേക്ക് പ്രാർത്ഥനയാകുന്നു. അതിന് 2-3 ഫോട്ടോ മാത്രമേ കോമൺ ആയിട്ട് ചെയ്യുന്നുള്ളൂ. ഒന്ന് കിഴക്കേറ്റത്തെ കുടുംബാംഗം അമ്മച്ചി വെട്ടിയാറ്റി കിഴക്കേറ്റത്ത് കുടുംബം. അപ്പൊ കിഴക്കേറ്റത്തുനിന്നും വെട്ടിയാറ്റുനിന്നും ഈ അമ്മച്ചിയോടുള്ള ബന്ധത്തിൽ സാക്ഷ്യക്കാരായും അവർ സഹോദരങ്ങളായി കുടുംബങ്ങളായിട്ട് എല്ലാവരും ഈ ഇരിക്കുന്ന ആളുകൾ അവിടെ ഇരിക്കട്ടെ. അതിന്റെ പുറകിലായിട്ട് ആ വെട്ടിയാറ്റിൽ പോകുന്ന ആളുകളെല്ലാം പോകുന്നു. അതിനുശേഷം നികുതികാരായ കുടുംബത്തിൽ അപ്പച്ചന്റെ കുടുംബാംഗങ്ങളായിട്ട് സഹോദരങ്ങൾ ഒരുമിച്ച് സാക്ഷ്യക്കാരെല്ലാം ഈ 2 ഫോട്ടോയെ കോമൺ ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം ബോഡി എടുക്കുന്നതിന് മുമ്പായിട്ട് ആൺമക്കളും പെൺമക്കളും അതിനുശേഷം അതേ മറപ്പിസ്കോപ്പാച്ചന്മാരെ ശുശ്രൂഷിക്കാമെന്നുള്ള പരകരസഭയിലെ സീനിയർ മെത്രാപ്പൊലീത്ത തോമസ് കല്ലുകാർ മറപ്പിസ്കോപ്പാച്ചനാകുന്നു. മറ്റുള്ള അഭികാരന്മാരുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് സമയം നമുക്ക് ഒട്ടും നഷ്ടപ്പെടാനായിട്ട് ഇടയാകരുത്. ശ്രദ്ധിച്ചാട്ട് ആദ്യം വെട്ടിയാറ്റിലുള്ള ആളുകളെ ലഭിക്കുന്നത് അച്ഛനുള്ളവരോട് ചേർന്നിട്ട് അച്ഛനുമുണ്ട്, മറ്റു ബന്ധുക്കളും ചാർച്ചക്കാരെല്ലാം കിഴക്കേറ്റത്ത് കുടുംബാംഗങ്ങളെല്ലാം ആ അച്ഛന്റെ അവരുടെ പുറയിലോട്ട് നിന്നാണ്. ആ പുറയിലോട്ട് ലൈനെടുത്ത് നീളമുള്ളവർ പുറയിൽ നിൽക്കുക, നീളം കുറഞ്ഞവർ മുമ്പോട്ട്, കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി ഈ ബോഡിയോട് അടുത്ത് കയറി നിൽക്കും, ഇങ്ങോട്ട് കയറി നിൽക്കും. കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി നിൽക്കുക. പ്രായമുള്ളവരും നീളമുള്ളവരും പുറയിലോട്ട് നിൽക്കുക. പെട്ടെന്ന് സമയം തിരിഞ്ഞ് നഷ്ടമായിട്ട് താഴെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കടന്നു വരണം. വെട്ടിയാറ്റ് അമ്മച്ചിയുടെ കുടുംബാംഗങ്ങളായിട്ട് നമ്മൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയായിരുന്നു. അതിന് ആരെയും പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട കാര്യമില്ല. ഇവിടെ കടന്നു വന്ന് ഇതിനകത്ത് ശ്രദ്ധിക്കണം. ഇനി ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് കയറി ഇന്നാട്ടോ. ആരെങ്കിലും കയറി ഇന്നാട്ടോ. ഇത് കഴിഞ്ഞാൽ ഉടനെ നികുതികാരായ ഈ കുടുംബത്തിൽ അമ്മച്ചിന്റെ സഹോദരങ്ങള് കുടുംബങ്ങളായിട്ടുള്ളവർക്കെല്ലാം കുടുംബം ചേർന്നുള്ള ഒരു ഫോട്ടോയുടെ സെഷൻ ഉണ്ട്. അമ്മച്ചി ഇങ്ങോട്ട് കയറ്റിയെടുത്തു ഒരു കസേരയിട്ട് ഫോട്ടോഗ്രാഫർ അധികം സമയം എടുക്കുന്നില്ലെന്ന് അറിയാം. പെട്ടെന്ന് ചെയ്യണം സാറേ, പെട്ടെന്ന് ചെയ്യണം. അത് 2 സൈഡിലിട്ട് പെട്ടെന്ന് വീഡിയോ എടുക്കുന്നു. നിങ്ങളുടെ മക്കളതാണ് ഇത് അമ്മച്ചിയുടെ കുടുംബം. നിങ്ങള്
ഫോട്ടോ എടുത്തു കഴിഞ്ഞെങ്കിൽ പറഞ്ഞിട്ട് പവർ ചെയ്ത് മാറിയിട്ട് നീരുകാലായിലെ ഈ അപ്പച്ചന്റെ എല്ലാ കുടുംബാംഗങ്ങളും സഹോദരങ്ങള് ബന്ധുക്കള് ചാർച്ചക്കാരെല്ലാം കൂടി ചേർന്നിട്ടാണ് അപ്പച്ചന്റെ കുടുംബാംഗങ്ങൾ. നീരുകാലായിലെ കുടുംബങ്ങൾ ഇതിനോട് ചേർന്ന് ബാബു സണ്ണി കൂടെ അവർ പിന്നെ എടുക്കാം മാറ്റപ്പെടും. ഓക്കെ, അതാ പിന്നെ എടുത്താണ് ഫോട്ടോ എടുത്തില്ല ഒന്നരയ്ക്ക് പ്രാർത്ഥനയോട് നീരുകാലായിലെ അപ്പച്ചന്റെ എല്ലാ കുടുംബാംഗങ്ങളും ഇതിനുള്ളവർ സജീവരായിരിക്കുന്നവർ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കും. ഓക്കെ ഇനി മക്കളും കൊച്ചുമക്കളും മാത്രം ബാബു സണ്ണി സാന്നിധ്യം തിരുവനന്തപുരത്ത് ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ നന്ദിയോട് ഓർക്കുന്നു. അതുപോലെ തന്നെ സംഘടന കുടുംബങ്ങളുമായിട്ട് ഇന്ത്യയുടെ കുടുംബങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരെയും നന്ദിയോട് ഓർക്കുന്നു. പ്രത്യേകം ഫോട്ടോ സെഷൻ ഇല്ല, ഇവരെല്ലാം കൂടെ ചേർന്ന് നടക്കും. ആരും ക്ഷണിക്കണ്ട. ഫോട്ടോ നിൽക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും കുടുംബാംഗങ്ങളായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇനി മുമ്പോട്ട് കയറി നിന്നെ മറ്റേ അമ്മച്ചിയുടെ പടിയിൽ ഒടിച്ചോട് കയറി അവരോട് ചേർന്നു ചേർന്നു അമ്മച്ചിയെ കാണണം. പടിയിലോട്ട് മോള് മുട്ടുപേലുണ്ട് ഇനിയല്ലോ. ആ കാണും കാണും. കഴിഞ്ഞ ഒരു സെക്കൻഡ് ഫോട്ടോ ഇനി ഔപചാരികമായിട്ടുള്ള ശുശ്രൂഷ കൃത്യം 1:30 ആരംഭിക്കുന്നു. ഒരു 2-3 മിനിറ്റ് ഈ അമ്മച്ചിയുടെ ആങ്ങളയുടെ മോനും അപ്പച്ചന്റെ പെങ്ങളുടെ മോനും അങ്ങനെ എല്ലാ തരത്തിലും ബന്ധമുള്ള ആളാണ് പ്രിയ ഷാജി ഫിലിപ്പച്ചൻ. കോട്ടയത്ത് കഞ്ഞിക്കുഴി ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ കുടുംബത്തോടുള്ള സ്നേഹത്തെ പ്രതി ഒരു വാക്ക് പറയും. കർത്താവിന്റെ മാർഗപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ അച്ഛന്മാരും ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവരും, ഞങ്ങളുടെ ഭാവിയാണ് ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് ഭാഗ്യമേറിയതായുള്ള ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ച് ഭൗതിക ശരീരത്തോട് യാത്ര പറയുന്ന ശുശ്രൂഷ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അവരെ കുറിച്ചുള്ള ഭാവി മാത്രമല്ല, എൻ്റെ മൂത്ത അമ്മായി അമ്മയുടെ സഹോദരൻ്റെ ഭാര്യയാണ്, അതേസമയം തന്നെ അച്ചായൻ്റെ സഹോദരിയുമാണ്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലാണല്ലോ മനുഷ്യരുടെ ചിന്തകൾ ഒത്തിരി പുറകോട്ട് പോകുന്നത്. ഞാൻ സാധാരണ പറയാറുള്ളതുപോലെ സാധാരണ കുടുംബത്തിലാണ് വിദ്യാഭ്യാസമുള്ളത്. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിൽ മാവി ജനിച്ചതാണ്. 3
ഒരു സഹോദരിയുമുള്ള ഒരു കുടുംബം. ഇവരുടെ യൗവനത്തിൽ തന്നെ ഇവിടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി. എൻ്റെ പാപ്പൻ്റെ ഇളയ ആളുടെ പ്രസവത്തോടുകൂടെയാണ് ഞങ്ങളുടെ വല്യമ്മച്ചി മരിക്കുന്നത്. അങ്ങനെ അമ്മയും കുഞ്ഞും അങ്ങനെ വളരെ യൗവനത്തിൽ തന്നെ മരണപ്പെട്ടു. പിന്നെ ഇവരെ 3 സഹോദരന്മാരും ഈ ഒരു സഹോദരി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു. അങ്ങനെ ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെയും കാലഘട്ടത്തിലൂടെ മുന്നേറി ഭാവിയെ ഉള്ളൂര് ഈ മുത്തമ്പർക്കൽ കുടുംബത്തിൽ വിവാഹം കഴിച്ചയച്ചു. ഇവിടെയും ധാരാളം അംഗങ്ങളുള്ള ഒരു കുടുംബമാണ് മുത്തമ്പർക്കൽ കുടുംബം. അവിടുത്തെ മൂത്ത ആളുടെ ഭാര്യയായി വന്ന് സ്വാഭാവികമായി ഇവിടെ വസ്തുവും മകളും ഒക്കെ ഉണ്ടെങ്കിലും കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും അന്നത്തെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. ഭാര്യയുടെ 2 സഹോദരന്മാരും ദൈവസഭയിൽ ചേർക്കപ്പെട്ടു. ഇനി ഒരാളുടെ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സഹോദരങ്ങളും ഒക്കെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ദൈവത്തെ സ്നേഹിപ്പാനും ദൈവത്തെ അറിയുവാനുമുള്ള ഭാഗ്യം ഈ പ്രിയപ്പെട്ടവർക്ക് ലഭിച്ചു. സഹോദരങ്ങളൊക്കെ തമ്മിൽ സ്നേഹിപ്പാനും അന്യോന്യം ബന്ധമുള്ളവരായി ജീവിപ്പാനും കർത്താവ് സഹായിച്ചു. പോയി കാണുന്നതിനും വന്നന്വേഷിക്കുന്നതിനും കൂടെ പാർക്കുന്നതിനുമൊക്കെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുടുംബങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നും എല്ലാവരുടെയും മക്കളും തമ്മിൽ ആ ഒരു സ്നേഹബന്ധത്തിൽ തന്നെ ഏതൊക്കെ സാഹചര്യത്തിലും പ്രാണ സാഹചര്യത്തിലൊക്കെ അന്യോന്യം ബന്ധപ്പെട്ട് സഹോദരി സഹോദരന്മാരുള്ള സഹവർത്തത്തിൽ ജീവിക്കുവാൻ കഴിയുന്നു എന്നുള്ളൊരു ഭാഗ്യമാണ്. കർത്താവ് തരുന്ന ആയുസ്സിൽ ദൈവം തരുന്ന നന്മകളെ അന്യോന്യം പങ്കുവച്ച് കുടുംബ ബന്ധങ്ങളെ പുലർത്തി ദൈവത്തെ സ്നേഹിക്കുന്ന ബന്ധമാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം. അതല്ലാതെ ഒരു സ്വാർത്ഥതയുടെ അനുഭവത്തിൽ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ള ആ ചിന്തയും മുന്നോട്ട് ജീവിക്കുന്ന കുടുംബങ്ങളെ ദൈവവചനപ്രകാരം ദൈവത്തിന് പോലും അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് കെട്ടുപിടിക്ക് പോലും യോഗ്യതയുള്ള കുടുംബങ്ങളാണ്. ഞാൻ ഇന്നലെ മലബാറിലുള്ള ഒരു പ്രായം ചെന്ന 52 ദിവസം ഒരു അമ്മച്ചിയുമായി സംസാരിച്ചതെന്ന് വെച്ചാൽ മലബാറിലേക്ക് കുടിയേറി പാർക്കുമ്പോൾ വായ്പ വാങ്ങിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചാൽ അതെന്താണ്? തീപ്പെട്ടി വാങ്ങിക്കുവാൻ പോലും പരവില്ലാതിരുന്ന കാലഘട്ടത്തിൽ അടുത്ത വീട്ടിൽ തീ പുകയുമ്പോൾ ഒരു ചിരട്ടയുമായി ചെന്ന് തീക്കനൽ വായ്പ വാങ്ങിച്ചുകൊണ്ട് വന്ന് തീ കത്തിക്കുന്ന ഒരു സമയം. പഴയ കാലഘട്ടത്തെ കുറിച്ചാണ്. ദൈവം എന്നാൽ ആ കാലഘട്ടങ്ങളൊക്കെ മാറ്റി നന്മകളെ തന്നു. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ മാനിച്ച് ആദരിച്ച് ജീവിപ്പാൻ എല്ലാവർക്കും ഇടയാകട്ടെ. ഈ കുടുംബാംഗങ്ങൾക്ക് ദൈവത്തെ സ്നേഹിപ്പാൻ ഇടയാകട്ടെ. മാരുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേണ്ടിയാണുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഭാവിയിൽ നിന്നും എല്ലിച്ചാലിൽ നിന്നും മക്കളിൽ നിന്നും ലഭിച്ചിട്ടുള്ള നല്ല സ്നേഹത്തെ സ്മരിക്കുന്നു. ദൈവരാജ്യത്തിൽ ഒരുമിച്ചാണ് പ്രത്യാശയോടുകൂടി വേണ്ടിയാറുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള അനുശോചനം ഈ സമയം രേഖപ്പെടുത്തുന്നു. കർത്താവിനെ ആശ്വസിക്കുന്നു. ബാബുവിൻ്റെയും സഖിയുടെയും വീടുകൾ തിരുവ് കൊണ്ടുവരുന്നു. അതുപോലെ ശങ്കരത്തിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പലരുണ്ട്, അവിടെ എവിടെയുണ്ട് നിൽക്കുന്നു. ഒന്നിച്ചുണ്ടെങ്കിൽ ഒന്ന് കയറി നിന്നാൽ ഒരു ഫോട്ടോ എടുക്കുക. അതിനുശേഷം പ്രാർത്ഥന ആരംഭിക്കും. ആരെങ്കിലും ഒക്കെ ഉള്ളവർ കയറി അമ്മച്ചിയൊക്കെ ഈ പിരിച്ചുകൊണ്ട് സ്ഥിതിയുണ്ടായിരുന്നില്ല. സാലിയുടെ കുടുംബാംഗങ്ങളും വിജിയുടെ കുടുംബാംഗങ്ങളും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥനാ സമയത്ത് എടുക്കാം. അല്ലാത്തുള്ളവരുണ്ടെങ്കിൽ കയറി നിൽക്കുക. അതേ സമയത്ത് തന്നെ താഴെ നിൽക്കുന്നവരോട് ഓർമ്മിപ്പിക്കട്ടെ, പ്രാർത്ഥന ആരംഭിക്കാവുന്നു. പ്രാർത്ഥനാ സമയത്ത് അധികം ആളുകളെ മുകളിലോട്ട് കയറ്റി വിടരുത്. അത് പ്രാർത്ഥനയ്ക്ക് തടസ്സമാണ്. വന്നിട്ടുള്ള ആളുകൾ ബോഡി കണ്ടേച്ച് സൗകര്യപ്രദമായ സ്ഥാനത്തേക്ക് മാറി നിൽക്കണം. ഇതിനിടയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വരുന്നതും അത് അസൗകര്യമാണ്. കയറി നിന്നാട്ട് ആ ഒരു ഫോട്ടോ എടുത്താൽ മനുഷ്യ കസലിൽ നിന്നും ബാക്കിയുള്ളവരില്ല. ഈ അമ്മച്ചി വടക്കു ഭാഗം പ്രാർത്ഥന സമാജത്തിന്റെ വളരെ വളരെ അനുഗ്രഹകരമായ ഒരു സാന്നിധ്യമായിരുന്നു. ആ നിലയിലെ വടക്കു ഭാഗം പ്രാർത്ഥനയ്ക്കുള്ള അനുശോചന സൂചകമായി അമ്മച്ചിയോടുള്ള പ്രാർത്ഥനാ സൂചകമായി ഇപ്പോഴ് മൃതശരീരത്തിൽ വടക്കു ഭാഗം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സെക്രട്ടറി ലിസി ഇപ്പോഴ് മൃതശരീരത്തിൽ ഒക്കെ സമർപ്പിക്കും. ഇങ്ങോട്ട് തിരിഞ്ഞേക്കണം. അവിടെ കാലിൻ്റെ അവിടെ
അവിടെ വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുള്ള ആളുകൾ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ വശങ്ങളിൽ സൗകര്യമായിട്ട് പ്രാർത്ഥിക്കാം. പരിരക്ഷന് കോൺഗ്രസ് ദുഷ്ടരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യരായ അന്ധകാര സേനകളിൽ നിന്നും ഈ നിന്റെ ദാസിയെ നീ വീട്ടുകൊള്ളണമേ. ഈ നിന്റെ ദാസിയുടെ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിയുള്ളവരുടെ കൂട്ടത്തിൽ എത്തിച്ചേരുമാറാകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ നിന്റെ ദാസി നിന്റെ വിശുദ്ധരോടുകൂടെ എന്നേക്കും വസിക്കുമാറാകണമേ. ജീവൻ എടുത്തിടുമ്പോൾ മണ്ണിൽ ചേരുന്നു
സംഖ്യമായി കേൾക്കുന്നത് ഞാൻ കൊണ്ടിരിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ ഞാൻ അഭ്യസിക്കുമ്പോൾ മരണം വീഴുകയും പാതാളം നശിച്ചു പോവുകയും ആദ്യം കഴിച്ചു പോവുകയും ഭൂമിയിൽ ചേർന്നു പോയ സർവശരീരം മുമ്പിലായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സ്ഥലത്തിന്റെ സൃഷ്ടാവുന്ന പിതാവിനെ സജ്ജീകരിക്കുന്നു. നന്മയാവട്ടെ നിന്നെയാവട്ടെ പ്രവർത്തിച്ചിട്ടുള്ള സമാധാനം ബോധിപ്പിക്കാനായി ബലവാനും കാരണ്യവാനുമായ ദൈവം തമ്പുരാനെ ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതായ ആശ്രയിക്കും അങ്ങനെയുള്ള പ്രത്യാശയോടെ നിത്യകാഴ്ചയിരിക്കുന്ന ഈ മാതാവിനെ കൊള്ളണമെന്ന് എന്റെ ശരീരം ഭക്ഷിക്കുകയും നിലക്കും പാലിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന അവസാന ദിവസത്തിൽ ഞാൻ ഏൽപ്പിക്കുന്നു. ജീവനുള്ള പരിപാടികൾ അറിയിച്ചേക്കായ വചനം ഞങ്ങളിലും ഇതാസീരുന്നത് ക്ഷണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതിലും കാണും. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയുകയും ചെയ്യുമാറാകണമേ. കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്കും മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഞങ്ങൾ കൈക്കൊള്ളുമാറാകട്ടെ. കാടം വഴിയായി ഞാൻ പോകും ഒരു ശ്രദ്ധിച്ച് ദിനത്തെ തരുണന്മാരെയും ബാലന്മാരെയും കണ്ടേ ഋതുവനിതകളും ദാസികളും
ൂടിയാണ് ശുശ്രൂഷ സമാപിക്കുന്നതിന് മുമ്പായി ഇടവകയുടെ മുൻവികാരി ഈ കുടുംബത്തെ അത്യന്തിയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ വന്ധ്യനായ ഇമ്മാനുവേൽ അച്ഛൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കുടുംബാംഗങ്ങളോടുള്ള സാന്ത്വനവും പ്രിയ കപിലദാസിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ അറിയിച്ചുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ തളം കെട്ടി നിൽക്കുന്ന ഒരു ഭവനത്തിലാണല്ലോ നാം എവരും കടന്നു വന്നിരിക്കുന്നത്. 84 വർഷക്കാലം ഈ ലോകത്തിൽ ആയിരുന്ന ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും ഒക്കെ അനുഭവിച്ചതിന് ശേഷം സൃഷ്ടാവിന്റെ സന്നിധിയിലേക്ക് ഈ സൃഷ്ടി യാത്രയായിരിക്കുകയാണ്. ഈ സൃഷ്ടിക്ക് യാത്രാ മംഗളങ്ങൾ നേരുന്നതിന് വേണ്ടിയാണല്ലോ നാം ഏവരും ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. മാനുഷികമായ ചിന്തയിൽ മരണവും വേർപാട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൊമ്പരങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ ഉളവാക്കുന്ന ഒന്നാണെങ്കിലും ഈ പ്രിയപ്പെട്ട മാതാവ്, പ്രിയപ്പെട്ട അമ്മച്ചി തന്റെ സൃഷ്ടാവിന്റെ സന്നിധിയിലേക്കാണ് പോകുന്നതെന്നുള്ള സന്തോഷത്തോടുകൂടിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കുന്നവർ ആകരുത്. അപ്പോൾ ഒരു പ്രത്യാശയുടെ അനുഭവത്തിൽ പ്രത്യേകിച്ച് ദൈവ സന്നിധിയിലേക്കാണ് ഈ പ്രിയ ദാസിയുടെ, ഈ പ്രിയ മാതാവിന്റെ ആത്മാവ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു വശത്ത് മാനുഷികമായ ദുഃഖമുണ്ടെങ്കിൽ മറുവശത്ത് സ്വർഗീയമായ സന്തോഷത്തിന്റെ ഒരു അനുഭവത്തിലേക്കാണ് ഈ പ്രിയപ്പെട്ട കപിലദാസി കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത ഒരു കാര്യമാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സാക്ഷ്യവും അതുതന്നെയാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽക്കുന്നു. ഈ വലിയൊരു പ്രത്യാശയുടെ വലിയൊരു വാഗ്ദാനത്തിന്റെ അനുഭവത്തിലേക്കാണ് ഇവിടെ വാങ്ങിപ്പോയ പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട കപിലദാസി ആയിരിക്കുന്ന എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത സംഗതിയാണ്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ നിരന്തരം ആരാധിക്കുന്ന മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും സംഘങ്ങളിലേക്കാണ് ഈ കപിലദാസിയുടെയും മാതാവിന്റെ ആത്മാവ് ചേർന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ലാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, വെള്ളം നിലയെങ്കിൽ ധരിച്ചുകൊണ്ട് വരുന്ന ഇവരാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ നിരന്തരമായ സജീവമായ അനുഭവമാണ് വാങ്ങിപ്പോരുടേത്, മറിച്ച് നിർജീവമായ ഒരു അനുഭവമല്ല. ദൈവസന്നിധിയിൽ സജീവമായി നിരന്തരമായി ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാരുടെ വൃന്ദങ്ങളോട് ഒന്നിച്ച് ചേരുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു അനുഭവം. അപ്പോൾ ഒരു വശത്ത് ദുഃഖമുണ്ടാകുമ്പോൾ മറുവശത്ത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവസന്നിധിയിൽ രാപകൽ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് ഈ ദാസി മാറ്റപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷം നമുക്ക് നൽകുന്ന ഒരു അനുഭവമാണ്.
ശവസംസ്കാര ശുശ്രൂഷയുടെ പാട്ടുകളും പ്രാർത്ഥനകളും പ്രമേയവും എത്രയോ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ അർത്ഥവത്തായ ആഴമേറിയ ചിന്തകൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിലും അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഈ മൃതശരീരം സെമിത്തേരിയിൽ സംസ്കരിക്കുന്നത്. അവസാനം മുഖം മൂടിയതിനു ശേഷം അവിടെ അനുഗ്രഹീതമായ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ പാടുന്നുണ്ട്. അത് 2-3 വരികൾ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. അവിടെ ഇപ്രകാരം നമ്മൾ പാടുന്നുണ്ട്: കർത്താവ് വരും, അപ്പോൾ ആ ഒരു വലിയൊരു പ്രത്യാശയുടെ അനുഭവത്തിലേക്കാണ് ഈ ദാസി കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനെ ഉയർപ്പിക്കുന്ന ആ ശ്രേഷ്ഠമായ വീണ്ടും നമ്മളവിടെ പാടുന്നുണ്ട്: പറുദീസയുടെ അവകാശത്തിലേക്ക് ഈ പ്രിയപ്പെട്ട മാതാവ്, പ്രിയപ്പെട്ട ദാസി, ഈ പ്രിയപ്പെട്ട അമ്മച്ചി കടന്നു പോവുകയാണ്. അപ്പോൾ ക്രോപകൾ ആർക്കുന്ന, ശ്രാപ്പികൾ കുഴലൂന്നുന്ന, നിരന്തരമായ ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ആ അനുഭവത്തിൽ പറുദീസയുടെ അവകാശി ദൈവം കടന്നു വരിക എന്നുള്ള ശ്രേഷ്ഠമായ അനുഭവത്തിലേക്കാണ്, ആ ഒരു അനുഭവത്തിലേക്ക് മാലാഖമാർ പാടി വിളിക്കുകയാണ്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളിൽ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളിൽ ഒരു വശത്ത് നമുക്ക് നൊമ്പരങ്ങൾ, വേദനകൾ, കണ്ണുനീരൊക്കെ ഉണ്ടെങ്കിലും മറുവശത്ത് ഈ പ്രത്യാശയുടെ പറുദീസയുടെ അനുഭവത്തിലേക്കാണ് ഈ പ്രിയപ്പെട്ട ദാസി കടന്നു പോകുന്നത്. ക്രോപകൾ ആർക്കുന്ന, ശ്രാപ്പികൾ കുഴലൂതുന്ന ആ പറുദീസയുടെ അവകാശത്തിലേക്കും അനുഭവത്തിലേക്കും കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖം സന്തോഷകരമായി തീരും. ദൈവസന്നിധിയിൽ നിരന്തരമായി രാപകൽ ആരാധിക്കുന്ന, ശുശ്രൂഷിക്കുന്ന അനുഭവത്തിലേക്ക് ഈ മാതാവ് പ്രിയപ്പെട്ട അമ്മച്ചി ചേർക്കപ്പെടുമ്പോൾ അത് നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ഒരു വശത്ത് നിന്നുമുണ്ട്, മറുവശത്ത് അനുഭവത്തെ നമുക്ക് ഈ പ്രത്യാശയുടെ അനുഭവങ്ങളുണ്ട്. അത് പൂർത്തീകരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ, സ്വാതന്ത്ര്യപ്പെടുത്തട്ടെ എന്ന് കൃത്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് വൈദിക ശ്രേഷ്ഠത എല്ലാവരെയും Amen.
ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളെല്ലാം പൂർത്തീകരിച്ചു. ഇപ്പോഴേ ദേവാലയത്തിലേക്കുള്ള വിലാപയാത്ര ആരംഭിക്കുകയാണ്. ഈ പുന്നക്കുളഞ്ഞി ഭാഗം കുടുംബശ്രീക്ക് വേണ്ടി അതിന്റെ ഭാരവാഹികൾ ശ്രീക്ക് വേണ്ടി ഇപ്പോഴേ കുടുംബശ്രീയിലെ സമർപ്പിക്കുന്നു. അവരോടുള്ള സന്തോഷം ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഇടവയ്ക്ക് വേണ്ടി ഞാൻ അറിയിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കളും ചാർച്ചക്കാരും ഒഴിച്ച് ബാക്കി എല്ലാവരും സ്റ്റെപ്പിറങ്ങി താഴേക്ക് പോകും. ഓരോരുത്തർക്കും അവരുടെ വാഹനങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകും. അവരവരുടെ വാഹനങ്ങളിൽ കയറി സൗകര്യമായിട്ടൊക്കെ പള്ളിയിൽ പോകുന്ന സ്വാർത്ഥമല്ല. ഈ അമ്മച്ചോടുള്ള അനാദരം, അമ്മച്ചോടുള്ള ആദരവും സ്നേഹവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ കയറുക. അങ്ങോട്ട് വളവ് തിരിഞ്ഞ് നമ്മുടെ ഒരു കുരിശുണ്ട്. ആ കുരിശിനപ്പുറത്ത് റോഡിന് നല്ല വീതിയുണ്ട്. അവിടെ ഇടതുവശം ചേർന്ന് എല്ലാ വാഹനങ്ങളും അവിടെ കിടക്കും. ഏറ്റവും മുമ്പിൽ ഗാനം ആലപിച്ചുള്ള വാഹനം നീങ്ങുമ്പോൾ അതിന്റെ പിന്നിലായിട്ട് എല്ലാ വാഹനങ്ങളും നീങ്ങുന്നു. ഏറ്റവും പിന്നിൽ പ്രതിശരീരമായിട്ടുള്ള ആംബുലൻസ് നീങ്ങുന്നു. ഇതാണ് അങ്ങോട്ടുള്ള വിലാപയാത്രയുടെ ക്രമീകരണം. ഞാൻ ആവർത്തിച്ച് പറയേണ്ട ഗതികൾ ഉണ്ടാവരുത്. അമ്മച്ചോട് സ്നേഹത്തെ ഇവിടെ നിന്ന് വന്നിരിക്കുന്നു. പൈവടി അങ്ങോട്ട് കയറി പള്ളിയിലേക്ക് എത്തിച്ചേരും. എല്ലാം കൂടെ നമ്മുടെ പള്ളിയിൽ എത്തിച്ചേരാൻ അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും. അവരവര് വന്നവര് മാത്രം കയറി പോകാൻ ആരെങ്കിലും വാഹനം ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരെയും കൂടെ കൊണ്ടുപോകാൻ നിങ്ങളുടെ സ്നേഹത്തെ പ്രതി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും വിശദീകരിക്കുന്നില്ല. വിലാപയാത്രയുടെ ക്രമീകരണമാണ്. കുരിശടിയുടെ തൊട്ടപ്പുറത്തായിട്ട് എല്ലാ വാഹനങ്ങളും ഓടിക്കാൻ ലൈറ്റ് ചെയ്യുക. പുതുശ്ശേരിയിൽ വരുന്ന ക്രമീകരണം ചെയ്യുക. ഇവിടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും ചാർച്ചക്കാരും വന്ന് അമ്മച്ചിക്ക് സ്നേഹചുംബനം കൊടുത്ത് പൊതുശരീരം ഭവനത്തിൽ നിന്ന് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് ശുശ്രൂഷന്മാരുടെ ദൈവം മാറ്റി തന്നു. ഇപ്പോൾ അമ്മച്ചിയെ സമാധാനത്തോടെ യാത്രയാക്കുകയാണ്. ഒരു നിലവിളി വിലാപവും ശബ്ദം ഉണ്ടാകുകയാണ്. കണ്ണുനീര് സ്വാഭാവികമാണ്. അത് നിരാശയുടേതായിരുന്നു. നിരാശയുടെ കണ്ണുനീര് വരുമ്പോഴാണ് ഒച്ചപ്പാടുണ്ടാകുന്നത്. അതുണ്ടാവരുത്. സന്തോഷത്തോടെ സമാധാനത്തോടെ പോകുന്നവർക്ക് യാത്രയാക്കാൻ സാധിക്കണം. മറ്റെല്ലാ ആളുകളും വെളിയിലേക്ക് കിടക്കരുത്. വാതിൽ തടസ്സം നിൽക്കരുത്. ഇപ്പൊ കാണാനായിട്ട് നിരക്കുകൾ കൂട്ടരുത്. ഇപ്പോഴിവിടെയുള്ള സന്ദർഭത്തിൽ രാവിലെ 1-2 മണിക്കൂറായിട്ട് ഓടി ഇവിടെ വെച്ചിരുന്നു. ഇനി അതിനായിട്ട് തിരക്കുണ്ട്. ഒരു ലൈനായിട്ട് വന്നു. നിങ്ങൾ ഈ സൈഡിൽ ഇട സൈഡിലേക്ക് വരെ നിൽക്കുക. പല സൈഡിലുള്ള ആളുകൾ ചുമരെ കുറിച്ച് കിടക്കുക വെളിയിലോട്ട്. ആരെങ്കിലും സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് വലിയ പ്രായമുള്ള ആളുകളെ ഇറക്കി വിടാനായിട്ട് നമുക്ക് സഹായിച്ചത്. പ്ലീസ് ആരെങ്കിലും ഒരാൾ വാർത്ത നിന്ന് നമുക്ക് സഹായിച്ചത് അതേ മതി. ചുമരെ കുറിച്ച് ഈ സൈഡ് അവിടെ നിൽക്കരുത്. ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലുള്ള ആളുകൾ കണ്ടു ഇറങ്ങിക്കും. അങ്ങോട്ട് ഇറങ്ങിക്കും. പിന്നെ അവിടെ നിൽക്കരുത്. അഭ്യോജനായ ഡോക്ടർ ജോഷുവ നിക്കോദിമോസിനെ മനസ്സുണ്ട്. 2:30 മണിക്ക് ദേവാലയത്തിൽ വന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നതായിരുന്നു. എല്ലാവരും സഹായിച്ചു. എല്ലാവരുടെയും സഹകരണം ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. പ്ലീസ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ പെട്ടെന്ന് അവരുടെ വാഹനം എടുക്കുക. കുരിശിന്റെ അപ്പുറത്തായിട്ട് എല്ലാ വാഹനങ്ങളും ലൈനപ്പ് ചെയ്യുക. പൊതുശരീരം വരുന്ന മുറയ്ക്ക് അങ്ങോട്ട് നീങ്ങാവുന്നു. നിങ്ങൾ സ്റ്റെപ്പിന്റെ അവിടെ സംസാരിക്കുന്നത് അവരെ കിടക്കില്ല. നിങ്ങൾ ബാബു സദ്യ വേറെ പരിചയമുള്ളവർ താടി ഇറക്കുന്നത് ഇച്ചിരി ശ്രമകരമാണ്. നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിയാട്ടെ. എല്ലാവരും ഇറങ്ങിയാട്ടെ. ഈ സ്റ്റെപ്പേൽ ആരും ഉണ്ടാവില്ല ഇറങ്ങാനുള്ള സമയത്ത് വേണ്ടി പ്ലീസ്. ആരെങ്കിലും ആരോഗ്യമുള്ളവരും ചില കൈ കടത്തി പിടിക്കാൻ കഴിവുള്ളവരും 3-4 പേര് വേണം. ആരെങ്കിലും താഴെ നിന്ന് വരാൻ പറയുക സഹായിക്കാനായിട്ട്. സൺഡേ
ആരെങ്കിലും നിങ്ങൾ അങ്ങനെ അവിടെ രണ്ടുപേരും ഭാഗത്തുനിന്ന് ഒന്ന് രണ്ട് പേര് ശ്രമിച്ചിരിക്കുന്നത് വേറെ ആർക്കും ഒന്ന് രണ്ട് പേരോട് ഇവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് തിരിക്കുന്നത് ബാക്കി സൺഡേ ഇവിടെ ഇറങ്ങിക്കോളൂ നാളെ പിടിച്ചോളൂ പിടിക്കാനാളില്ല നീ സംവിധാനം